ഒരു സബ്ജക്ട് ആലോചിക്കട്ടെ. സബ്ജക്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു തെണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി സുഹൃത്തിനെ പോലും വഞ്ചിക്കുന്നു. അവന്റെ കറുത്ത മനസ്സിന്റെ ചിത്രമാവട്ടെ. കൊച്ചിയിലേക്ക് വരാം. അവിടെ ഭക്ഷണപ്രേമികൾക്കിടയിൽ വൈറലായ ഒരു ബണ്ണിന്റെ കഥയാണ്. മാഡം സൂപ്പർ ഹിറ്റ്. സത്യം പറ ബാബു. അയ്യോ എന്റെ മാഡം എന്താ അപ്ലാസ്. എന്തൊരു ചൊറിച്ചില്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇല്ലില്ല കഴിച്ചില്ല. ഉള്ളത് തുറന്നു പറയാലോ, സംഭവം എനിക്ക് മനസ്സിലായി. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ? അയ്യോ പോച്ചേ, ഒരു മാറ്റമില്ലല്ലോ എന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പലരും തെറ്റിദ്ധരിക്കുന്നത് ബണ്ണും ബട്ടറും ആണ്. വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം? കുഴപ്പമൊന്നുമില്ലോ. അത് നല്ല ഉണ്ണാത്തോണ്ട് തോന്നുന്നു. പ്രോപ്പർ ആയിട്ട് ഒരു ബൺ മസ്ക് ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയന്റ് കോസ്റ്റ് മാത്രം മേബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്ന വിലക്ക് അവർക്ക് വിൽക്കാൻ പറ്റുക? സിമ്പിൾ ബട്ടറല്ല ഉപയോഗിക്കുന്നത്. അതിനേക്കാളും വില പറഞ്ഞ സാധനമുണ്ട്, മാജിലി. ഒരു കിലോയ്ക്ക് 80 ചില്ലറ ഉപയോഗം. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. ബട്ടറിനെക്കാളും കാണാൻ ഫിനിഷിങ്, വെൽവെറ്റിയ, സോഫ്റ്റ്, പൊളിയ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. പക്ഷെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചത്തുപോകും. ഒരു തവണ കഴിച്ചാലല്ല, ഞാൻ ഒരു ഫൺ കില്ലാവാൻ നോക്കിയല്ല. എന്നെ വിശ്വസിക്കുന്നേ. നിങ്ങൾ ആ ട്രെൻഡ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. 1, 2, 3, 10 തവണ കഴിച്ചിട്ടുണ്ടാവും. ഒന്നും മതിയാക്കണ. കുറെ നേരം അതിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. സ്ഥിരാക്കണ്ട. നീയാണല്ലോ കോടതി. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ജങ്ക് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ബൺ മസ്ക് ഒന്നും അങ്ങനെ അല്ല. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. നല്ല പ്യൂർ ബട്ടറും വെച്ച് നല്ല ബണ്ണും വെച്ച് സെറ്റപ്പിൽ ചെയ്യണമെങ്കിൽ നല്ല വിലക്ക് കിട്ടണ്ടേ? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? സത്യം എന്നാണ് ആൾക്കാർ അറിയണ്ടേ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ? എന്താ ശരിക്കുള്ള പ്രോബ്ലം? ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെന്നിട്ട് കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. സത്യം എന്നാണ് ആൾക്കാർ അറിയണ്ടേ? വേണ്ടേ? എന്തൊരാശ്വാസം. അപ്പൊ ശരിയാണ്, ബൺ മസ്കൊക്കെ നിങ്ങളെ കൊല്ലാൻ പറ്റും. കണ്ട കറക്റ്റാ. പക്ഷെ എങ്ങനെ? അത് ബാർജനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് അമൂലിന്റെ ബട്ടർ. ഞങ്ങള് പ്യുവർ ബട്ടറാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ്. എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെല്ലാം തോന്നി. ഞങ്ങളുടെ പണമസ്ക കഴിക്കും, ഇത്ര പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി 100% ആണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എത്ര പിള്ളേർ വന്നിട്ട് അതിന്റെ പാരന്റ്സ് ചോദിക്കുന്നത് പിള്ളേർ കഴിക്കാൻ പറ്റും? അങ്ങനെയൊക്കെ വഴിയില്ല. മനസ്സിൽ ഒരു കുത്തുലടകൾ പറയും, പിള്ളേർക്ക് കൊടുത്തു എന്ന് പറയും. മനസ്സാക്ഷി കുത്തില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് സേഫ് ആണെന്ന് അങ്ങനെ തന്നെ പറയാം. ഞങ്ങള് റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. കുഴപ്പമില്ല. ശരി പറയണ്ടേ. ഇത് ബട്ടറാണ്, നിങ്ങളാണെങ്കിൽ ടെസ്റ്റ് ചെയ്തോ. ഇത് കുഴപ്പമില്ല, ഒന്ന് ഹാപ്പി ആയിട്ട് ഒന്ന് കഴിച്ചോളൂ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നമ്മള് പറഞ്ഞതും കുറച്ചു കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്. നിങ്ങൾ എന്തിനാണ് ഈ ബൺ മസ്ക് കേൾക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ. ഫുൾ അവിടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചു. നിങ്ങൾ ഇതിനെ ഉപദ്രവിക്കുന്നു. എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർ പാവങ്ങളല്ല, അവരെ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാ. അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. നിങ്ങൾക്ക് സത്യം കേൾക്കുന്നത് തീരെ ഇഷ്ടല്ലേ? സൈക്കോളജിക്കൽ മൂവ്. അതെ സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ. അപ്പൊ കാണാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ